വെൽക്കം ഗൈസ്. സോ ഇതെൻ്റെ ഹീറോ സൂം 125ൻ്റെ ഫുൾ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ ചെയ്യാണ്. സോ നമുക്കപ്പോൾ ഈ സൂം 125 ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് ഞാൻ ചെയ്യാണ്. കാരണം ഞാനൊരു ഷോർട്ട് റീൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണോ, ആ ഒരാൾക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പിന്നെ മെയിൻ തിങ്, ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ മിസ്റ്റേക്സ് ഉണ്ടാവും. ബട്ട് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത്, ഞാനൊരു വണ്ടിനെ കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരാളല്ല. പക്ഷെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത ഒരു യൂസർ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നമുക്കപ്പോൾ ഇതിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലുക്കാണ്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ലുക്ക് വൈസ് ഇത് അടിപൊളിയാണ്. ദെൻ സെക്കൻഡ് വണ്ണായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ വീൽ സൈസ്. ഇതൊരു 14 ഇഞ്ച് വീലാണ്. അത് ഈ 14 ഇഞ്ചിൻ്റെ ആ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ഈ ചെറിയ വീലും വലിയ വീലും തമ്മിലുള്ള വ്യത്യാസം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇതിനകത്ത് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിന് അടുത്തായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഇവിടെ അത്യാവശ്യം ഒരു ബോറല്ലാത്ത രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ തരുന്നുണ്ട്. അത് നമ്മൾക്ക് കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും, പിന്നെ അതിൻ്റെ ഒരു ഡിസൈൻ കുറച്ച് ഭംഗിയാണ്. നോർമലി ചില വണ്ടികളിലൊക്കെ പണ്ട് വന്നിരുന്നത് കുറച്ച് ബോറായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇത് ഓക്കെയാണ്. ഇത് നമുക്കൊരു നെഗറ്റീവ് അതിൽ പറയാനില്ല. സ്പേസ് കുറവാണ് ഉള്ളിൽ, ബട്ട് എന്നാലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചാർജറും വരുന്നുണ്ട്. അത് ഇവിടെ ഇങ്ങനെ ഒരു ചാർജറും വരുന്നുണ്ട്. ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ചില വണ്ടികൾ നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഇല്ലേ, ബട്ട് അങ്ങനെയില്ല. ഇതിൽ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ആ ഒരു കാര്യത്തിലും വണ്ടി നമ്മൾക്ക് നെഗറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല ഒരു കാര്യത്തിൽ. പിന്നെ ബാക്ക് സീറ്റ് കംഫർട്ട് ഓക്കെയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് ബാക്കിലിരിക്കുന്ന ആൾ കുറച്ച് ഹൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ നെഗറ്റീവും ഉണ്ട്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ വണ്ടി റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്നുണ്ട്. അതിപ്പോൾ എത്ര നമുക്ക് കെയർ ചെയ്താലും ഈ ഒരു പാനൽ പെട്ടെന്ന് സ്ക്രാച്ച് ആവും. അത് എന്താ പറയുക, ആ ഒരു ഡിസൈൻ്റെ ആയിരിക്കാം, എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ഭാഗത്ത് സ്ക്രാച്ച് നല്ലപോലെ വരുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ട് ആ ഒരു 10 ദിവസത്തിൽ കൊണ്ടു കിടന്നിട്ടുള്ള ഒരു ഫീലാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പറയുകയാണെങ്കിൽ 125cc ഒരു അടിപൊളി പവർ ഈ വണ്ടി തരുന്നുണ്ട്. ഇതിൽ ഞാൻ കുറേ പേരുടെ റിവ്യൂവിൽ കണ്ട് 0 to 60 കയറാൻ 7 സെക്കൻഡ് മതിയെന്ന്. ഞാനത് ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല പവറാണ് വണ്ടി. നമ്മൾ ഓവർടേക്കിങ്ങിലൊക്കെ നല്ല പവർ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ രണ്ടുപേരെടുത്ത് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു പവർ വന്നില്ല. പിന്നെ എഞ്ചിൻ്റെ പവറും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് വലുതായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ കൊണ്ട് നടന്നിട്ട് വണ്ടി സിംഗിൾ യൂസിൽ പക്കയാണ്. ഡബിൾ ആകുമ്പോൾ കുറച്ച് സ്ലോയിലാണ് വണ്ടി കയറുന്നത്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പണ്ടത്തെ ഹീറോ പോലെയല്ല, ഇതിൻ്റെ എഞ്ചിൻ ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നൈസായിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള നോയ്സ് അങ്ങനെയൊന്നുമില്ല. എൻ്റെ വണ്ടി ആകെ 500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പക്ഷേ 500 കിലോമീറ്ററിൻ്റെ അല്ല, ബട്ട് എന്നാലും വണ്ടി ഭയങ്കര പക്കയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, അതും കൂടി ഞാനിപ്പോൾ പറഞ്ഞു തരാം. നമുക്കന്ന് നെഗറ്റീവ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയതാണ് വണ്ടിയുടെ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ ഗട്ടർ ചാടുമ്പോൾ കുറച്ചൊരു ആ ഒരു അടി നമുക്ക് നല്ലപോലെ കൈക്ക് വരുന്നുണ്ട്. അത് നോർമൽ റോഡിൽ ഓക്കെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഗട്ടർ കുറച്ചൊരു നമുക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ വലിയൊരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നോർമലായിട്ടുള്ള കാര്യങ്ങൾ, ഈ ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ, പിന്നെ ടൈം, ഡേറ്റ്, അങ്ങനത്തെ അത്ര വലിയ ഇതുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ 1,20,000 കിട്ടുന്ന വണ്ടി ഇത് പറയുമ്പോൾ അത്രയൊക്കെ. ബട്ട് അപ്പോൾ എന്നിരുന്നാലും എൻ്റെ ഇത്രയും ദിവസത്തെ ഇപ്പോൾ 500 കിലോമീറ്റർ ഓടിച്ചതിൽ വെച്ചിട്ട് എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടിയുടെ കാര്യം. പിന്നെ എൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ ലുക്ക്. നമ്മളെപ്പോലുള്ള ബോയ്സ്, ഗേൾസിന് ഞാൻ പറയുന്നില്ല, ബോയ്സിന് കുറച്ച് അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം കാണുമ്പോൾ തരക്കെ ഇല്ലാത്തൊരു സ്പോർട്ടി ലുക്കുള്ളൊരു ഗിയർലെസ് വണ്ടി തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ മൈലേജ് ഒരു 48 to 52 എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും അത് കറക്റ്റായിട്ട് അറിയണമെന്നാണെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നു ഞാൻ നോക്കാം.
പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു 1,20,000 ഞാൻ വണ്ടി നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഞാൻ നോക്കിയ 2 കാര്യമാണ്. ഒന്ന് ആ റേറ്റ്, പിന്നെ വണ്ടിയുടെ ലുക്ക്. ഈ 2 കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ആ വണ്ടി എടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടായില്ല, പിന്നെ വേറെ ആരും എടുത്തതിന്റെ റിവ്യൂ എനിക്ക് അറിയാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റിവ്യൂ ഇടാനുള്ള കാരണം. ആർക്കെങ്കിലും ഇനി എടുക്കുന്നതിന് മുന്നേ ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ നിങ്ങൾക്ക് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടി എടുക്കാം, അത് 100%. അപ്പോൾ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് മിസ്റ്റേക്ക് ആണെങ്കിൽ അതും പറയാം. പിന്നെ അല്ലാതെ എന്തെങ്കിലും കാര്യം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, ചോദിച്ച് ഞാൻ കറക്റ്റ് ചെയ്തതിനുള്ള കാര്യങ്ങൾ ഞാൻ റിപ്ലൈ ആയിട്ട് തരാം. ബട്ട് എനിവേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്കിത് കണ്ടാൽ യൂസ്ഫുൾ ആവുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. സോ കണ്ടു നോക്കാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിക്കാം, ഞാനപ്പോൾ അതിന് റിപ്ലൈ തരാം. പിന്നെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ ചെയ്തു തരാം. അപ്പോൾ എന്തായാലും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.